അനോണിമസ് ജ്വാല ഗ്രൂപ്പിന്റെ ഇന്നത്തെ വിഷയാധിഷ്ഠിത മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ശീർഷകം സ്ട്രെങ്തനിങ് സോബറിറ്റി എന്നുള്ളതാണ്. സുബോധം സദൃഢമാക്കൽ. സുബോധം സദൃഢമാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലേക്ക് എനിക്ക് ലഭിച്ച സുബോധത്തെ വളർത്തിക്കൊണ്ടുവരികയും അതിനെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളിലൂടെയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചില സാഹിത്യങ്ങളിലെ ചില വായന അനുഭവങ്ങളും മറ്റ് അംഗങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റംഗങ്ങൾ മീറ്റിങ്ങുകളിൽ പങ്കുവച്ച ചില കേൾക്കലുകളും അതിലേറെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യങ്ങളിലെ ചില വായനാ ശകലങ്ങളും ചേർത്തിണക്കിക്കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് സുബോധാവസ്ഥ എങ്ങനെ സദൃഢമാക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷമാണ് സുബോധം എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിയായ അർത്ഥം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷവും കൂടുതൽ അറിയാൻ അല്പം വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോബ്രിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് ഡിക്ഷണറിയിൽ അതിന് ശാന്തത എന്നാണ് മിക്കവാറും എല്ലായിടങ്ങളിലും പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം. മലയാളത്തിൽ ശാന്തത എന്നുള്ളതാണ്. ഒരു ഡിക്ഷണറി മീനിങ് ആരെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുക. സോബ്രിറ്റി എന്ന വാക്കിന്റെ അർത്ഥം ശാന്തത എന്നുള്ളത് തന്നെയാണ്. ഇതിനെ മലയാളത്തിൽ സുബോധാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു മദ്യാസക്തൻ എന്ന നിലയിൽ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ഒരു തീർച്ചപ്പെടുത്തലിലൂടെ തന്നെയാണ് ഞാനും ഈ വിഷയം തെരഞ്ഞെടുത്തത്. സുബോധം എന്നത് ലഹരിയില്ലാത്ത ഒരു അവസ്ഥ എന്നത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ മലയാള അർത്ഥം. വിശേഷിച്ചും അത് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സുബോധാവസ്ഥ എന്ന് കൃത്യമായിട്ട് മലയാളം വാക്കുകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് കാര്യഗൗരവമുള്ള ഒരവസ്ഥ എന്നതുകൂടി അതിനർത്ഥമുണ്ട്. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയത് മുതൽ കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് സുബോധം അല്ലെങ്കിൽ സുബോധാവസ്ഥ. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖവരിയിൽ തന്നെ സുബോധാവസ്ഥ നിലനിർത്തുക എന്ന വാക്ക് തന്നെയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് തന്നെ. അപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ തെളിഞ്ഞ ബുദ്ധിയുള്ള ശാന്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് സുബോധാവസ്ഥ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു തെളിമ, അങ്ങനെ ഒരു തെളിമയിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫെലോഷിപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളത്. അപ്പോൾ പെരുമാറ്റത്തിലൊക്കെ ശാന്തത ഞാൻ വരുത്തേണ്ടതുണ്ട്. വെളിവ് എന്നൊരർത്ഥം കൂടി ഈ സുബോധ അവസ്ഥയ്ക്ക് അർത്ഥമുണ്ട്. പക്ഷെ അത് എന്ത് വെളിവാണ് എന്നത് അറിയാവുന്നതിന് അപ്പുറം മലയാളത്തിൽ വിശദീകരിക്കുന്നത് നിർമ്മതത്വം അല്ലെങ്കിൽ മദ്യമോ ലഹരിയോ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവ ശുദ്ധികളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സുബോധാവസ്ഥയിൽ നമുക്ക് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള സ്വഭാവത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏകദേശം 13 പോയിന്റുകൾ അതിനകത്ത് കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ഒരു സുബോധാവസ്ഥയിൽ ഒരു നല്ല മനുഷ്യന് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച്. അതിൽ ആദ്യത്തേത് വിവേകം എന്നത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയിലും മൂന്നാമത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിവേകത്തെ കുറിച്ച് തന്നെയാണ്. വേർതിരിച്ചറിയാനുള്ള വിവേകം എന്നത് തന്നെയാണ്.
രണ്ടാമത്തേത് സുബുദ്ധി എന്നതാണ്. 3 സാമാന്യ ബുദ്ധി. 4 സാമാന്യ ബോധം. പ്രായോഗിക ബുദ്ധി, പ്രായോഗിക വീക്ഷണം, പ്രായോഗികത, ആത്മനിരോധം, മനോനിയന്ത്രണം, ആത്മസംയമനം, ആത്മനിയന്ത്രണം, യാഥാസ്ഥിതികത്വം, മിതശീലം എന്നിവയാണ് പ്രശാന്തത എന്ന വാക്കിലൂടെ നമ്മളോട് വിശേഷിപ്പിച്ച് സോബറിറ്റി എന്നുള്ള ഒരു ശാന്തതയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. തീർച്ചയായിട്ടും സുബോധാവസ്ഥ ഞാൻ നിലനിർത്തേണ്ടത് എനിക്ക് അത്യാവശ്യമായിട്ട് മാറിയത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷമാണ്. കൂട്ടായ്മയിൽ എത്തിയത് ഞാൻ കുടി നിർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ആരംഭിക്കുന്നത് തന്നെ എൻ്റെ സുബോധാവസ്ഥയിലൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം എൻ്റെ ശീലങ്ങൾ മാറുകയും എൻ്റെ മനോഭാവങ്ങളൊക്കെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. കുടി നിർത്തിയതിനു ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ ആദ്യം വായിച്ച ഒരു ചെറിയ ലഘുലേഖ എന്നെ കൊണ്ട് എത്തിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് തന്നെയാണ്. കാരണം കുടി നിർത്തുക എന്നുള്ള ലക്ഷ്യം സാധ്യമായതിനു ശേഷം ഇവിടെ നിന്നും ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശയക്കുഴപ്പം. അവിടെയാണ് അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് എന്നോട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് യഥാർത്ഥ ലോകത്തേക്ക് മടങ്ങിയെത്തും. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളും പഴയ ലോകവുമായിരിക്കും. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പ്രാധാന്യവും ഫെലോഷിപ്പിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവും ഒക്കെ എന്നിൽ ഉദിക്കുന്നതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും എൻ്റെ സുബോധത്തിന്റെ ശരിയായ താക്കോൽ, അതിന്റെ ഉടമസ്ഥാവകാശം ഞാൻ ഏറ്റെടുക്കുകയും ഇന്നും ഞാൻ അത് എൻ്റെ പോക്കറ്റിൽ മാത്രം സൂക്ഷിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സുബോധാവസ്ഥയിൽ ഉണരുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീർച്ചപ്പെടുത്തലോടുകൂടി തന്നെയാണ് ഞാൻ ഇന്നലെ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ 24 മണിക്കൂറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ദിവസത്തെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് വലിയൊരു വസ്തുതയായിട്ട് എനിക്കിപ്പോഴും അത്ഭുതകരമായിട്ട് തോന്നാറുണ്ട്. കാരണം എന്നിൽ ഇന്നും അവശേഷിച്ചിട്ടുള്ള നന്മകളെ പുറത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ഇന്നത്തേത് മാത്രമായിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്നെ പഠിപ്പിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ എൻ്റെ മുന്നിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സുബോധം നിലനിർത്താനുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ആദ്യത്തെ കാര്യം ഞാൻ പൂർണ്ണമാക്കിക്കൊണ്ട് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. അവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തോട് ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ അപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് എൻ്റെ സുബോധത്തെ സദൃഢമാക്കാനുള്ള എൻ്റെ ഒരു ദിവസത്തെ ആദ്യത്തെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. ഇവിടെ എൻ്റെ ഇന്നത്തേത് മാത്രമായിട്ടുള്ള ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പല പ്രതീക്ഷകളും ഉണ്ടാവാം. എൻ്റെ മുന്നിൽ വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള എല്ലാ തൃഷ്ണയും എൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് പല പരാജയങ്ങളും ആദ്യത്തെ ഈ ഒരു ദിവസത്തെ 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യതകളെ ഞാൻ മുൻകൂട്ടി കാണാം. അപ്പൊ ഓരോ സാഹചര്യത്തെയും അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കാനും ഏതു തരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കേണ്ടതെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കാതെ ആ കാര്യങ്ങളിൽ പോലും വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി അത് ആ സാഹചര്യത്തെ സമീപിക്കാൻ ഞാൻ തയ്യാറാവേണ്ടതാണ്. ഇല്ലെങ്കിൽ എൻ്റെ സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാനൊരു മദ്യാസക്തനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ നല്ല ഉപയോഗ രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്.
എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സ്. കാരണം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം ആദ്യം മനസ്സിലാക്കിയ കാര്യം, ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നതാണ്. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന ആ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയെ കുറിച്ച്, അതിനുശേഷം എനിക്ക് കിട്ടേണ്ട ധൈര്യത്തെക്കുറിച്ച്. കാരണം ഇവിടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതും മാറേണ്ടതും ഞാനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു ദിവസത്തെ തുടങ്ങുമ്പോൾ അവിടെ എന്നെ മാറ്റാനുള്ള ധൈര്യം ആവശ്യം. ആ എന്നെ മാറ്റാനുള്ള ധൈര്യം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയിൽ പറയുന്ന വേർതിരിച്ചറിയാനുള്ള വിവേകം. വേർതിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് ആ ദിവസം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സുബോധത്തിന് കോട്ടം സംഭവിക്കും എന്നത് എന്നെ ഏറെ വിഷമിപ്പിച്ച കാര്യം തന്നെയാണ് ആദ്യകാലങ്ങളിൽ. കാരണം പലതും വേർതിരിച്ചറിയാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയും ആവശ്യമില്ലാത്തതിനെ സ്വീകരിക്കുകയും ആവശ്യമുള്ളതിനെ പുറന്തള്ളുകയും ചെയ്തിരുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ മദ്യപാന കാലഘട്ടത്തിൽ കടന്നുപോയിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രശാന്തതയുടെ പ്രാർത്ഥനയുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത് എന്നുള്ളത് വലിയ സത്യമാണ്. അതിനുശേഷം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എനിക്ക് ഇന്ന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തലിലേക്ക് നീക്കിയതിന്റെ ഭാഗമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിത്യജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങളിൽ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടതിന്റെ പ്രാധാന്യം. ഞാൻ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ ഒരു ഗ്രൂപ്പില് പ്രശാന്തതയുടെ പ്രാർത്ഥനയും ഇന്നത്തെ പ്രതിദിന മനനങ്ങളും അതോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിന്റെ ഒരു ലിങ്ക്, ഇതൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കാൻ എന്നെ ഒരുപക്ഷെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്നും സാധിക്കുന്നത് എന്നെ എന്നെ ആരെങ്കിലും അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ ഇത് ശരിയാകൂ എന്നുള്ള കാര്യം കൊണ്ടല്ല. കാരണം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു അവകാശം ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഇത് ചെയ്യുന്നത് കൊണ്ട് രാവിലെ തന്നെ ഞാൻ ഒരു മദ്യാസക്തനാണെന്നും ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമെന്നുള്ള എൻ്റെ നിർബന്ധ ബുദ്ധി കാരണം ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന മദ്യാസക്തി എന്ന രോഗത്തിനുള്ള പൊതുപരിഹാരത്തിന് കീഴിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരിലും നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ക്രമപ്പെടുത്തേണ്ട രീതികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ പറഞ്ഞിരിക്കുന്നത് നിനക്കണിയാനുള്ള ചെരുപ്പ് അത് നീ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം യോജിച്ച ചെരുപ്പ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അത് വാക്കുകളിലൂടെ ഒരു ഉദാഹരണം വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ശീർഷകത്തിൽ പറയുന്ന സ്ട്രെങ്തനിങ് സോബറിറ്റി, സുബോധം സദൃഢമാക്കൽ എന്ന പ്രക്രിയയുടെ തുടക്കമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതില് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി എൻ്റെ മസ്തിഷ്കത്തിലെ ചില രസതന്ത്ര മാറ്റങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാനൊരു മദ്യാസക്തനാണ് എന്ന് പ്രഭാതത്തിലെ തുടക്കം മുതലുള്ള മണിക്കൂറുകളിൽ തന്നെ ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്നിൽ ഉണ്ടാവേണ്ട ചില ഗുണഗണങ്ങളെ പറ്റി ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന തത്വങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രായോഗികമായിട്ട് കൊണ്ടു നടക്കേണ്ട ചില ലളിതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിത്യേന ബോധ്യപ്പെടുക എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. സുബോധം സദൃഢമാക്കൽ എന്നുള്ള പ്രക്രിയ
അല്ലെങ്കിൽ ദൃഢമാക്കൽ. സദൃഢമാക്കൽ എന്നത് നമ്മൾ സന്തോഷത്തിന് സസന്തോഷം എന്ന് പറയാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എന്ന് അർത്ഥമാക്കുന്നു. സന്തോഷത്തിന് സസന്തോഷം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നല്ലത് എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ സുബോധം സദൃഢമാക്കൽ എന്ന ദൃഢമാക്കലിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടാൻ ഞാൻ ചെയ്യേണ്ടുന്ന ചില രീതികളെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളുടെ പ്രാധാന്യം എന്റെ സുബോധാവസ്ഥയുടെ സദൃഢമാക്കൽ പ്രക്രിയക്ക് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമായിട്ട് ഞാൻ കാണാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കേട്ടത് 90 ദിവസം 90 മീറ്റിംഗ് എന്ന് തന്നെയാണ്. 90 ഡേയ്സ് 90 മീറ്റിംഗ് എന്ന കാര്യത്തെക്കുറിച്ച് പല മുതിർന്ന അംഗങ്ങളും സംസാരിക്കുന്നു. തീർച്ചയായിട്ടും 90 ദിവസം 90 മീറ്റിംഗ് എന്നുള്ള ആ വാമൊഴി അത് വാമൊഴി മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ സ്പോൺസറിനോട് സംസാരിച്ചപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിലെ എന്റെ അടുത്തൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴൊക്കെ അതൊരു വാമൊഴി മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. 90 ദിവസത്തെ മീറ്റിംഗ് 90 ദിവസം 90 മീറ്റിംഗ് എന്നുള്ളത്. ഇതുകൊണ്ട് എനിക്ക് സുബോധം ലഭ്യമാകുമോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഉത്തരം പറയാറുള്ളത്. കാരണം ഒരു മധ്യാസത്തിൽ 90 ദിവസം കൊണ്ട് സുബോധാവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ അങ്ങനെ ഒരിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ 90 ദിവസം 90 മീറ്റിംഗ് എന്നുള്ളത് നമ്മുടെ ക്ലീവ്ലാൻഡിലെ ഒരു ഗ്രൂപ്പിന്റെ ഒരു നിബന്ധനയായിട്ട് ബന്ധപ്പെട്ട് വാമൊഴിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലേറെ ആ ഗ്രൂപ്പിലേക്ക് തന്നെ നമ്മുടെ ലോകത്തിലെ മൂന്നാമത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പാണ് ക്ലീവ്ലാൻഡിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലാരി സ്നൈഡർ എന്ന് പറയുന്ന അംഗം ആണ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നത്. ഈ നിബന്ധന നമുക്ക് ലഭിച്ചത് നിക്കോട്ടിക്സ് അനോണിമസിൽ നിന്നാണെന്നാണ് വായിച്ചറിവ് കേട്ടറിവ്. അപ്പോൾ അവിടെ ഈ 1980-കളിൽ ഉണ്ടായിട്ടുള്ള നിക്കോട്ടിക്സ് അനോണിമസിൽ 90 ദിവസം 90 മീറ്റിംഗ് എന്നുള്ള കാര്യം അത് അഡോപ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പുകളിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്തു. എനിക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും 90 ദിവസം 90 മീറ്റിംഗ് എന്നുള്ളത് അതൊരു സത്യമാണോ അസത്യമാണോ എന്നത് ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ആൽക്കഹോളിക്സ് അനോണിമസിൽ അതിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില വ്യക്തികളിൽ അത് പ്രാധാന്യം അർഹിക്കുന്നു. ഈ 90 ദിവസം കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും മെച്ചപ്പെടുന്ന ഒരു നിലയിലേക്ക് ഓരോ അംഗവും ആദ്യകാലങ്ങളിൽ, അതായത് ന്യൂ കമേഴ്സ്, നമ്മളെ ആദ്യമായിട്ട് വരുന്ന അംഗങ്ങൾ ഓരോരുത്തരും 90 ദിവസം കൊണ്ട് ഒരു മെച്ചപ്പെടുത്തലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ 90 മീറ്റിംഗ് 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഏകദേശം ആദ്യകാലം മുതൽ തന്നെ 6 മീറ്റിംഗിലെങ്കിലും മിനിമം പങ്കെടുത്തിരുന്നതാണ്. ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ ഇപ്പൊ 7 മീറ്റിംഗ് ആകുമ്പോൾ 10 ദിവസം കൊണ്ട് 70 മീറ്റിംഗ്, 90 ദിവസം കൊണ്ട് 720 മീറ്റിംഗ് കിട്ടി. അവിടെ എനിക്ക് സുബോധാവസ്ഥ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ തീർച്ചയായിട്ടും ഇല്ല എന്ന് ഉത്തരം പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എനിക്ക് കുടിക്കാതിരിക്കാൻ മാത്രമേ ആ 90 ദിവസത്തെ മീറ്റിംഗിൽ സാധിച്ചു. അവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഇനി ഞാൻ എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. പിന്നീടാണ് മീറ്റിങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. ആദ്യകാലങ്ങളിലൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക മാത്രമാണ് ഞാനും ചെയ്തത്. പിന്നീട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതല്ല. പിന്നീട് ആ ESH എന്നുള്ള വാക്ക്, ആ ഒരു ഷോർട്ട് ഫോമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവിടെ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത്, ഹോപ്പ് എന്ന 3 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നു വരികയും ഇത് എന്താണെന്ന് അറിയാൻ എന്റെ സ്പോൺസറിനെ ഞാൻ സമീപിക്കുന്നതിന് മുൻപ്, സ്പോൺസറൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ മീറ്റിങ്ങുകളെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു. എന്താണ് ആളുകൾ സംസാരിക്കുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നിലുണ്ടായി. എന്തിനെക്കുറിച്ചും ഒരു പഠനം എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ്.
ചെറിയ ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ എൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ESH എന്താണെന്ന്, അനുഭവങ്ങൾ, ശക്തി, പ്രതീക്ഷ, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സുബോധാവസ്ഥ സദൃഢമാക്കാൻ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ ഉപകരിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് സാധിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ പലരും നമ്മൾ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കഥകൾ മാത്രം പറയേണ്ട ഒരു വേദിയല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല എന്നതിനെ കുറിച്ച് പിന്നീടാണ് എനിക്കും ബോധ്യം. ഞാനും ആദ്യകാലങ്ങളിൽ കുട്ടിക്കഥകൾ മാത്രം പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് മാറ്റങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ മറ്റ് ആളുകളിലെ മാറ്റങ്ങൾ, മറ്റാളുകൾ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളിലെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ എനിക്ക് എന്റെ അവസ്ഥ ദൃഢമാക്കാൻ എന്നെ സഹായിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെയാണ് ഞാൻ വീണ്ടും മാറിയത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ എന്റെ സ്പോൺസർ പണ്ടും പറയാറുണ്ട്, പണ്ടും അദ്ദേഹം മീറ്റിങ്ങുകളിൽ സംസാരിച്ച കാര്യം, പ്രശ്നം മാത്രം സംസാരിക്കരുത്, സൊല്യൂഷൻ കൂടി സംസാരിക്കണം എന്ന്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എന്താണ് ഞാൻ, എങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ മറ്റുള്ളവരെ ഞാൻ കേൾക്കുകയും, കേൾവി എന്നുള്ളത് ഒരു കലക്കമാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുമ്പോഴൊക്കെ പല ശബ്ദങ്ങളും നമുക്കിടയിലേക്ക് കടന്നു വരും. പക്ഷെ എനിക്ക് കേൾക്കേണ്ടത് എന്താണ് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും എന്നെ തടയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ പങ്കുവയ്ക്കലുകൾ എൻ്റെ അനുഭവങ്ങളിലൂടെ, എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നത് എന്താണെന്നും ശക്തി എന്താണെന്നും പ്രതീക്ഷ എന്താണെന്നും മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ദൈവ സാന്നിധ്യം, ഒരു ശക്തിയുടെ സാന്നിധ്യം ഉണ്ട്. അപ്പം അവിടെ ഞാൻ അച്ചടക്കത്തോടുകൂടി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകളുടെ പങ്കെടുക്കലുകളും പങ്കുവയ്ക്കലുകളും എന്നെ മാറ്റിമറിച്ചു എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിന്റെ ദൃഢാവസ്ഥയിലേക്ക്, സദൃഢാവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിക്കാൻ തീർച്ചയായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇന്നത്തെ നമ്മുടെ പ്രതിദിന മനനങ്ങളിൽ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ പ്രസക്തിയുള്ളതാണെന്ന് നമ്മുടെ മീറ്റിങ്ങുകളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പലരുടെയും ഭൂതകാലത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ താരതമ്യം ചെയ്യുകയും, അല്ലെങ്കിൽ ഞാനും ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കും ആൽക്കഹോളിക്സ് അനോണിമസിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കും. കാരണം എനിക്ക് മുന്നേ നടന്നു പോയവർ ഏത് രീതിയിൽ മാറിയ മനോഭാവത്തോടു കൂടി ആൽക്കഹോളിക്സ് അനോണിമസിൽ സഞ്ചരിക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാനൊക്കെ മീറ്റിങ്ങുകൾ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ നമ്മൾ ഓരോരുത്തരെയും സുബോധത്തെ സദൃഢമാക്കാൻ സഹായിക്കുന്നു എന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇന്നും കാണുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൃത്യമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള എപ്പോഴും ബന്ധപ്പെടുക എന്നതിലുപരി ഇടയ്ക്കിടെയെങ്കിലും ബന്ധപ്പെടുക എന്നൊരു കാര്യത്തിൽ കൂടി എൻ്റെ സദൃഢാവസ്ഥയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടത് ഒരു കാര്യം കൂടി എന്നെ സ്വാധീനം ചെലുത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, കാരണം ഞാനിപ്പോ അതിനെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ വന്ന 4 വർഷത്തിനിടയിൽ എനിക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും എന്നോട് ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകൾ മങ്ങി മങ്ങി വരാറുണ്ട്. അതൊരു വലിയ പാഠമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ തുടക്കത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടൊക്കെ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതിന് തകർച്ചയൊന്നും സംഭവിക്കാറില്ല. പക്ഷെ അകൽച്ച മറ്റു പല രീതിയിലും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഞാൻ ആദ്യകാലങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നതൊക്കെ പല രീതിയിലും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇടയ്ക്കിടെയുള്ള സമ്പർക്കമൊന്നും ഇല്ലാതെ ആയി പോകാറുണ്ട്. അതിനുള്ള കാരണം
നമ്മൾ ഓരോരുത്തരും ആരിൽ നിന്നും അകലുന്നു എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ സുബോധത്തിന്റെ അവസ്ഥയിലുണ്ടാകുന്ന ഒരു ഗ്രാഫിന്റെ ഉയർച്ചയായിട്ടാണ് ഇത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഇടയ്ക്കിടെ ബന്ധപ്പെടുന്ന നമ്മുടെ അംഗങ്ങളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കും അദ്ദേഹത്തിനും ഒരുപക്ഷെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റപ്പെടുന്നു. അത് ഒരു ചുരുക്കലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അവിടെ 100 അംഗങ്ങളോട് ആദ്യകാലത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 10 അംഗങ്ങളിലേക്ക് വർഷം കഴിയുന്തോറും ചുരുക്കപ്പെടും. പക്ഷെ അതിലൂടെ നമുക്ക് ഗുണങ്ങളല്ലാതെ ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിംഗിന്റെ പ്രാധാന്യവും ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റംഗങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിന്റെ പ്രാധാന്യവും തീർച്ചയായിട്ടും അതിന്റെയൊക്കെ സ്വാധീനവും ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മുടെ സുബോധാവസ്ഥയുടെ സദൃഢമായിട്ടുള്ള ഒരു നീക്കപ്പെടലിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അതൊരു രൂപാന്തരമാണ്, ഒരു പരിണാമം സംഭവിക്കുന്നത് പോലെയാണ് ഈ സുബോധാവസ്ഥ സദൃഢമാക്കൽ എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക്. കാരണം അത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ളതാണ്, അതൊരു റീച്ച് അല്ല, അതൊരു എന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടും എന്നുള്ള രീതിയിലുള്ള അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സുബോധാവസ്ഥ നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോഗ്രസ് ആണ്, അതൊരു പുരോഗതിയാണ്. പുരോഗതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമുക്ക് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള പല കാര്യങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചുകൊണ്ട് അവിടെ നല്ലതിനെ സ്വീകരിക്കുക എന്നൊരു കാര്യത്തിലേക്ക്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു പരിഹാരമുണ്ട് എന്നുള്ള അധ്യായത്തിൽ പറയാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിനുള്ള ആ ഒരു അമൂർത്തമായിട്ടുള്ള ചോദ്യത്തിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നത്. അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളിലൂടെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ സമീപിക്കുമ്പോൾ എനിക്ക് വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ തള്ളാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കൂട്ടായ്മ എനിക്ക് തരുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഞാൻ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ട് നിലപാടുകളിൽ അധിഷ്ഠിതമായിട്ട്, നിലപാടുകൾ എപ്പോഴും സത്യസന്ധമായിരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനൊരു മീറ്റിംഗിൽ എന്ത് സംസാരിക്കണം എന്നത് പോലും എന്റെ തീരുമാനമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗുകളിൽ അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതല്ലാതെ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിലപാടുകളിൽ ഉറച്ച് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയുമായിട്ട് മാറ്റപ്പെടുമ്പോൾ കൂട്ടായ്മയിലെ മീറ്റിംഗ് എനിക്ക് എന്റെ സുബോധത്തിനെ സുദൃഢമാക്കാൻ ഏറെ സഹായിക്കും. അതുപോലെ തന്നെയാണ് ആ ഒരു 12 പടികളിലൂടെയുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ സ്വീകരിക്കും. ഇതിന് തുടക്കം കുറിക്കാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ മാത്രമായിട്ട് പോകുന്നതിലൂടെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം പിക്കാത്ത കുടിയനായിട്ട് അവശേഷിക്കുക. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളെ കുറിച്ച് നമ്മുടെ ലിവിങ് സോബർ എന്നുള്ള പുസ്തകത്തിൽ, സുഹൃത്ത് ജീവിതം എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സുബോധ ജീവിതം എന്നുള്ള പുസ്തകത്തിൽ നമ്മുടെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എത്ര തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടേണ്ടതുണ്ട്. എത്ര തന്നെ ഞാൻ കുടിക്കാതിരുന്നു കഴിഞ്ഞാലും ഞാൻ ഒരു കുടിക്കാത്ത കുടിയനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഫെലോഷിപ്പ് പക്ഷെ നിന്നു പോകാൻ സാധ്യതകളുണ്ട്. അവിടെ എന്റെ സുബോധാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും കോട്ടം തട്ടാനും ഞാൻ ഒരു കുടിയിലേക്കുള്ള സാധ്യത തള്ളിക്കളയാൻ ഒരുപക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കുടിക്കുക തന്നെ ചെയ്യും എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് എന്റെ സുബോധാവസ്ഥ നിലനിർത്തണമെങ്കിൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ, 12 പടികൾ പരിശീലിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ആവശ്യമുണ്ട്. സ്പോൺസർ എന്നുള്ളത് എല്ലാവർക്കും സ്പോൺസർ ഉണ്ടായിരിക്കണം എന്നൊന്നും ആൽക്കഹോളിക്സ് അനോണിമസ് കൃത്യമായിട്ട് അതൊരു വലിയൊരു മസ്റ്റായിട്ട് തീർച്ചയായും വേണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ സ്പോൺസറിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് നമ്മുടെ
സുബോധ ജീവിതം എന്നുള്ള പുസ്തകത്തില് ആ, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ സ്പോൺസർ എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അക്രോൺ, ഒഹിയോ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ മദ്യാസക്ത രോഗികളെ ആ, സ്പോൺസർ രോഗിയെ പതിവായിട്ട് സന്ദർശിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളത് അംഗത്വത്തിൽ ആളുകളെ സ്ഥിരപ്പെടുത്താൻ ഏറ്റവും മികച്ച മാർഗമായി തീരുന്നത് ആ, കണ്ടതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർഷിപ്പ് വേണം എന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരോടും നമുക്ക് മുന്നേ നടന്നു പോയവര് കാരണം സഹായം ആവശ്യമുള്ള ആ, ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നതിന്റെ കാരണം നമുക്ക് പലതിനും ദിശാബോധം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നത്. അല്ലെങ്കിൽ ഒരു മദ്യാസക്തി എന്ന രോഗം നമ്മളെ കീഴ്പ്പെടുത്തിയപ്പോൾ ഒരു ദിശാബോധം നഷ്ടപ്പെടുത്തിയ ഒരു രീതിയിലാണ് നഷ്ടപ്പെട്ട രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യ നാളുകളിൽ തന്നെ ഒരു അപരിചിതമായിട്ടുള്ള ഒരു രീതി നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പം പുതിയതായിട്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെയൊക്കെ ഈ സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടുള്ള തീരുമാനവും ധിക്കാരവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നിനെയും സ്വീകരിക്കില്ല എന്നുള്ളത്. അവിടെയാണ് വ്യക്തമായിട്ടുള്ള ഒരു സ്നേഹമുള്ള ഒരു വഴികാട്ടിയായിട്ട് ഒരു സ്പോൺസർ ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു ആശയമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോൺസർമാരുടെ നിർദ്ദേശം സ്പോൺസർമാർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും ഒന്നും ചെയ്യിക്കാനോ എന്തെങ്കിലും ചെയ്യിപ്പിക്കാതിരിക്കാനോ കഴിയില്ല എന്ന് സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തത് ദീർഘകാലം സുബോധ ജീവിതം നയിച്ച വ്യക്തി എന്ന നിലയിൽ ഏതൊക്കെ കെണികൾ ഒഴിവാക്കണമെന്ന് സ്പോൺസർക്ക് അറിയാം. കൂടാതെ ആ അറിവ് മിക്കവാറും ശരിയായിരിക്കാം. കാരണം ഒരു സ്പോൺസർ എന്നുള്ള രീതിയിൽ നമ്മളെ വഴികാട്ടിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ ലഭിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ. കാരണം കൃത്യമായിട്ട് ജീവിതത്തെ കൊണ്ടു നടക്കാൻ കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരെ വിപരീത ദിശയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അനുകൂലമായിട്ടുള്ള എന്നതിലുപരി ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന 12 പടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ ഒരു സ്പോൺസറെ കൊണ്ട് കഴിയും. ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്റെ സുബോധാവസ്ഥ നിലനിർത്താൻ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. സ്പോൺസറിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും മുൻപ് എന്നോട് പല ആളുകളും പറഞ്ഞു, പല മീറ്റിങ്ങുകളും പലരും സംസാരിക്കുന്നതും കേട്ടു സ്പോൺസർഷിപ്പിന്റെ ആവശ്യകത എന്നുള്ളത്. സ്പോൺസർ കുടിച്ചിട്ട് വന്നത് തന്നെയല്ലേ, പിന്നെ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? അപ്പോ ഇതിനൊക്കെയുള്ള ഉത്തരം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ സഞ്ചരിക്കും എനിക്ക് വ്യക്തമായിട്ട് ലഭിച്ചു എന്നുള്ളത്. കാരണം ഇവിടെ ചില ആളുകൾ 5-ാം പടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല രഹസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ മറ്റൊരാളിനോട് പങ്കുവയ്ക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഒരു സ്പോൺസറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് തരുന്ന ചില ലഘുലേഖകളൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ വ്യക്തമായിട്ട് വായിച്ചറിയാനൊക്കെ ശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്പോൺസറിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ സുബോധത്തെ സദൃഢമാക്കാൻ ഒരുപക്ഷെ എൻ്റെ സ്പോൺസർ, എനിക്കിപ്പോ രണ്ടാമത്തെ സ്പോൺസറാണ്, ആദ്യത്തെ സ്പോൺസറുമായിട്ടുള്ള ബന്ധം ആ, ഉം, തീർത്തും വിച്ഛേദിച്ചതല്ല. അദ്ദേഹത്തിന്റെ സമയക്കുറവ് കാരണം ഞാൻ മറ്റൊരു സ്പോൺസറിനെ തെരഞ്ഞെടുത്തു. സ്പോൺസർഷിപ്പിന് ആൽക്കഹോളിക്സ് അനോണിമസിൽ സുബോധത്തെ സദൃഢമാക്കാൻ തീർച്ചയായിട്ടും വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റു പലരുടെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എനിക്കും സാധിച്ചിട്ടുള്ളത്. ചില ആളുകൾ സ്പോൺസറിനോട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്പോൺസർ എന്നുള്ളത്
നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെ സഞ്ചരിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു വഴികാട്ടൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ, നല്ല ദിശയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്റെ ഭാര്യ ഒരു പച്ചസാരിക്ക് പറഞ്ഞു. ഞാൻ ആ പച്ചസാരി ഷോപ്പിൽ നിന്ന് വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കലഹിച്ചു. ഈ പച്ചയല്ല ഞാൻ പറഞ്ഞ പച്ച എന്ന് പറഞ്ഞുണ്ടാകുന്ന കലഹം പങ്കുവയ്ക്കാനുള്ള ഇടമല്ല സ്പോൺസറുടെ ആ ഒരു പ്ലാറ്റ്ഫോം എന്നാണ്. സ്പോൺസർഷിപ്പിന് അതിൻ്റെതായ അച്ചടക്കവും രീതികളും ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സ്പോൺസറിനോട് സംസാരിക്കേണ്ട കാര്യം മാത്രം സ്പോൺസറിനോട് സംസാരിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാനൊക്കെ മാറ്റപ്പെട്ടത് തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സുബോധം സദൃഢമാക്കലിന് തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത് പോലെ ഇതൊരു പ്രശ്നമാക്കാതെ നമ്മുടെ ബില്ല് ബോബ് ബില്ലിനോട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പ്രശ്നമാക്കാതെ ഇത് നമുക്ക് ലളിതമാക്കി വെക്കാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ ലളിതമാക്കാൻ ഈ സ്പോൺസർഷിപ്പിന്റെ സഹായം ആവശ്യമാണ് എന്നതിലുപരി അത് അത്യാവശ്യമായിട്ട് മാറുന്ന ഒരു ഘട്ടം നമുക്ക് ഓരോരുത്തർക്കും വരും എന്ന് എനിക്ക് കൃത്യമായിട്ട് പ്രതീക്ഷയുണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ പലരും സ്പോൺസർഷിപ്പിനെ എതിർക്കുമ്പോഴും എതിർത്തവരും ഒക്കെ പിന്നീട് സ്പോൺസർഷിപ്പിലേക്ക് എത്തപ്പെടുകയും നല്ല മാറ്റങ്ങളിലേക്ക് ജീവിതത്തിലെ പുതിയൊരു മനോഭാവത്തോടെ കാഴ്ചപ്പാടിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നത് കാണാൻ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെയാണ് 12 12 പടികളിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ചില ചർച്ചകളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ചില ചർച്ചകൾ അതെന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അംഗങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ അതിലൂടെ ഒരു സുബോധത്തെ സദൃഢമാക്കലും ഇതിലേക്കൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മോട് പറയുന്ന രീതികൾ ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പ്രതികൂലമായിട്ടുള്ള പല സംഗതികളും എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ടൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പറയുന്ന തത്വങ്ങൾക്കനുസരിച്ചൊക്കെ ജീവിക്കാൻ അത് പ്രായോഗികമായിട്ട് കൊണ്ടു നടക്കാനുള്ള എന്റെ കഴിവിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുബോധ ജീവിതത്തില് സ്പോൺ- ഉം നമ്മുടെ സുബോധ ജീവിതം എന്ന പുസ്തകത്തിൽ നമ്മളോട് പറയുന്ന ഒരു ചെറിയ കാര്യം നോക്കി തന്നെ വായിക്കാൻ ശ്രമിക്കാം. സുബോധ ജീവിതത്തിന് വേണ്ടി ആദ്യമായി നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു. അത് ഫലം തരുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ ഈ ആശയം നമ്മളുടെ ചിന്തയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ജീവിക്കുക എന്നത് മദ്യപാനത്തെ മാത്രമല്ല മറ്റു പല കാര്യങ്ങളെയും ഫലപ്രദമായും തൃപ്തികരമായും കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു എന്നൊരു വാചകം സുബോധ ജീവിതത്തിന്റെ 5-ാമത്തെ 6-ാമത്തെ പേജിൽ പറയുന്നു. മദ്യാസക്തി വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് എന്ന് പറയുന്നത് സുബോധ ജീവിതത്തിന് വേണ്ടി ഞാൻ വർത്തമാന കാലത്ത് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ വർത്തമാനകാലത്ത് എനിക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നു. അതിനുള്ള പരിഹാരം കാണാൻ നമ്മൾ ഓരോരുത്തരെയും ചില കാര്യങ്ങൾ നമ്മൾ എത്ര നേരെ ആവാൻ ശ്രമിച്ചിട്ടും നേരെ ആവാതെ പോകുന്നതിന്റെയൊക്കെ കാരണം കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ചില ഉത്തരങ്ങൾ നമ്മുടെ മീറ്റിങ്ങുകളിൽ ബോധത്തെ സദൃഢമാക്കാൻ മീറ്റിങ്ങുകൾ എത്രത്തോളം നമ്മളെ സഹായിക്കുന്നു എന്നതിലുപരി മീറ്റിങ്ങുകളിൽ ഓരോരുത്തരുടെയും ഷെയറിങ്ങുകളിൽ ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൃത്യമായിട്ട് ലഭിക്കാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ആരുടെയോ സഹായമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം
ആരുടെയോ സഹായത്താലും ആരുടെയോ സന്ദേശത്താലും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ടത്. ഇവിടെ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനെന്ന വ്യക്തിയൊക്കെ മരണത്തിന് തന്നെ കീഴടങ്ങുമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഉള്ള ധാരണയിൽ തന്നെയാണ് ആദ്യ മദ്യപാനത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ മറ്റാരുടെയോ സഹായത്തോടു കൂടിയാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ള മറ്റൊരാള് എന്നെ സഹായിച്ചതുപോലെ ഞാനും മറ്റൊരാളിനെ സഹായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ 12 പടിയുമായിട്ട് നമ്മൾ മറ്റൊരാളിനെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ സുബോധത്തിന് ഒരു ദൃഢമാക്കൽ പ്രക്രിയയിലേക്ക് ഞാൻ എത്തപ്പെടുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കുക എന്നുള്ളത് 12 പടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസില് ഒരു മദ്യാസക്തനെ സഹായിക്കുന്ന രീതിയിലേക്ക് ഞാൻ പല പ്രാവശ്യം ചെന്നപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് എന്റെ സുബോധത്തെ സദൃഢമാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതില് ഏറെ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഒന്ന്, ഒരു കുടുംബത്തെ തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത്. രണ്ട്, ഒരു വ്യക്തിയെ അടച്ചിട്ട മുറിയിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു. ഇത് രണ്ടും, രണ്ടവസ്ഥയും നമ്മുടെ റിലാപ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഒരു മദ്യാസക്തൻ പുനർപതനം സംഭവിച്ച് ഒരു മുറിയിൽ അടഞ്ഞു കിടക്കപ്പെടുകയും മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്നുള്ളത്. അവിടെ നിന്ന് അയാളെ രക്ഷിച്ച് ഞാൻ മാത്രമല്ല, മറ്റൊരംഗം കൂടി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തെ രക്ഷിച്ച് ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ദൈവമേ, ഞാൻ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടില്ലല്ലോ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവിടെ അത്തരമൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കണ്ടപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇനിയും കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് എനിക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് ഒരു കുടുംബം ആ, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്ത് ഇരുന്ന സമയത്ത് ഒരു ഫോൺ വിളി വരികയും അവിടെ എത്തിച്ചേരാനും ആ ഒരു മദ്യാസക്തനെയും ആ കുടുംബത്തിനെയും രക്ഷിക്കാൻ സാധിച്ചു. ഇവിടെയൊക്കെ എന്റെ ബോധത്തെ സദൃഢമാക്കാൻ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് സാധ്യമായിട്ടുണ്ട്. കാരണം ജീവിതം എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടേണ്ടി വന്നു. ജീവിതത്തില് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എന്നിൽ അവശേഷിച്ചിട്ടുണ്ടെന്ന്, എന്നിലെ നന്മകളെ പുറത്തെടുക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഏഹ്, നമ്മുടെ വാഗ്ദാനങ്ങളിൽ പറയുന്നത് പോലെ ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണെന്ന് പറയുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിലെ പുതിയ സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ലഭിച്ചത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഞാൻ ഓരോ ദിവസവും വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും എന്റെ സുബോധം സദൃഢമാക്കാൻ അതെന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഞാൻ ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടക്കുകയോ എന്ന് പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിദിന മരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ എന്റെ ഭൂതകാലം എന്നെ ഏത് രീതിയിൽ സഹായിക്കുന്നു എന്നതിലുപരി എന്റെ ഭൂതകാലത്തിലെ അവസ്ഥകൾ ഞാനൊരു മദ്യാസക്തനോട് സംസാരിക്കുമ്പോൾ, ഒരു മദ്യാസക്തന് സന്ദേശം കൊടുക്കുമ്പോൾ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ ഉപകാരപ്പെടുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ പ്രതിദിന പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. അവിടെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു താക്കോലായിട്ട് എന്റെ ഭൂതകാലത്തിലെ അനുഭവങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഒരുപക്ഷെ ഒരു മദ്യാസക്തന് അതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും എന്റെ സുബോധാവസ്ഥയെ സദൃഢമാക്കാൻ അതെന്നെ സഹായിക്കുന്നു. കാരണം ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഞാനൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് ഗ്യാരണ്ടി എന്നുള്ളത്. അപ്പൊ അവിടെ ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറയാനും എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് എനിക്ക് എന്നെ വിശദീകരിക്കാൻ, എന്റെ സുബോധം വിശദീകരിക്കാൻ, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ആ ഒരു കഴിവ് എനിക്ക് കിട്ടിയത് ഈ ഒരു സുബോധാവസ്ഥ സദൃഢമാക്കിയത് കൊണ്ട് തന്നെയാണ്. അവിടെ മറ്റൊരംഗം എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്നതാണ്. കുടിച്ചു നടന്നിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് എത്തിയിട്ട് ഞാൻ എന്ന വ്യക്തി മറ്റൊരാളിനെ
സന്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേർന്നാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം എന്ന് പറയാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം നൽകിയത്, ഞാൻ കുടിച്ച് ലക്ക് കെട്ട് ഓടയിലും റോഡിലും കിടന്നത് തന്നെയാണ് എൻ്റെ യോഗ്യത എന്ന് എനിക്ക് പറയാൻ സാധിച്ചു. ഒരുപക്ഷെ ഞാൻ അവിടെ എത്തിയിട്ടില്ലായിരിക്കാം, എങ്കിലും അത് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ സുബോധത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിൽ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നു, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നുള്ളത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ആരെങ്കിലുമായിട്ടോ എന്തെങ്കിലുമായിട്ടോ പോരാടുന്ന പതിവ് നിർത്തി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടാതിരിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ നമ്മുടെ പുസ്തകം നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടാൽ എന്ന പോലെ അതിൽ നിന്ന് പിൻവലിയും. ഇത് എന്റെ സുബോധാവസ്ഥയുടെ സദൃഢമാക്കലിലെ ഒരു പ്രക്രിയയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം മദ്യത്തെ വെറുക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മദ്യം എനിക്ക് തന്നിട്ടുള്ള, എനിക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരനുഭവങ്ങളിലൂടെ ഞാൻ ഇനിയും പോകാതിരിക്കാൻ, എന്റെ സുബോധാവസ്ഥയെ സദൃഢമാക്കാൻ ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്. അത്ഭുതാവഹമായിട്ടുള്ള വളർച്ച തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ നല്ല ചിന്തകളിലേക്ക് എന്നെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഞാൻ പല രീതിയിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അവിടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ദിവസവും ഞാൻ എന്നിലുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെയും സംശയഗ്രസ്തമാകുമ്പോൾ ഒക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി കണക്ക് കൂട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. അവിടെയൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ ഏത് രീതിയിൽ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലൂടെയും ആൽക്കഹോളിക്സ് അനോണിമസ് എന്റെ സുബോധത്തിന്റെ സദൃഢമാക്കൽ അല്ലെങ്കിൽ ദൃഢമാക്കൽ പ്രക്രിയയിൽ എനിക്ക് മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട്. കാരണം ഞാൻ ഒരുപക്ഷെ ഒരാളെ സഹായിക്കാൻ തയ്യാറായാൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തെ മദ്യാസക്തി എന്നുള്ള രോഗത്തിൽ മുക്തരാകാൻ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃതജ്ഞത അല്ലെങ്കിൽ എന്റെ ഉപകാര സ്മരണയായിട്ട് ഞാൻ നൽകാറുണ്ട്. അത് എനിക്ക് കൂട്ടായ്മയോടുള്ള കടപ്പാട് എന്നതിലുപരി എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അവിടെ ആ ഒരു മനോഭാവത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമ്പോൾ എന്റെ സുബോധാവസ്ഥയെ സദൃഢമാക്കാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരമൊരു ആ, ക്രമീകരിക്കപ്പെടലിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ജീവിതം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ നമ്മുടെ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഒരുപക്ഷെ ഏറ്റവും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുമ്പ് നിഷേധം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയധികം എന്നെ പിടികൂടിയിരുന്ന ഒരു സ്വഭാവമായിരുന്നു. ആ നിഷേധ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് മാറ്റങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്നിലേക്ക് തിരിഞ്ഞു നോക്കാനും ആ നിഷേധ സ്വഭാവത്തെ ഞാൻ മാറ്റിവെച്ചപ്പോൾ എന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാനും ഒക്കെ എന്നെ ഏറെ സഹായിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലൊക്കെ സന്തോഷമാണ്, സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആദ്യ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാപട്യമാണ് എന്ന് എനിക്ക് പിന്നീട് തോന്നി. അത്രയും കപടമായിട്ടുള്ള ഒരു മുഖംമൂടി ഞാൻ നടക്കുന്നു. സത്യത്തിൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാല മീറ്റിങ്ങുകളിൽ സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞിരുന്നത് തീർത്തും പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത്. അന്ന് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ മീറ്റിങ്ങുകളിൽ പറയുന്ന സന്തോഷവും സമാധാനവും ഒന്നും എൻ്റെ വീട്ടിലില്ല. അവിടെ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ല. അവിടെ
കറങ്ങി നടന്നിരുന്ന സന്തോഷാവസ്ഥയെ പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് പറഞ്ഞ രീതികൾ ഞാൻ പഠിക്കാനോ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനോ ഒക്കെ തുടങ്ങിയപ്പോൾ എന്റെ സുബോധാവസ്ഥയിൽ ഞാൻ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എന്റെ കുടുംബത്തിലും സന്തോഷം കടന്നു വന്നു എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത് പോലെ ഒരു അമിത മദ്യപാന രോഗിയുടെ കുടുംബം സന്തോഷവും സുരക്ഷിതത്വവും തിരിച്ചു വരുന്നതിന് വേണ്ടി ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇന്ന് അനുഭവിക്കാൻ എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നു. കാരണം ഇവിടെ ഏഹ്, വല്ലാത്തൊരു രീതിയിൽ പ്രതികരണങ്ങളിലൂടെയൊക്കെ എൻ്റെ നീരസവും എൻ്റെ കോപവും ഒക്കെ പുറത്തേക്ക് ചാടിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് ഞാൻ ഇന്ന് നേരെ വിപരീത ദിശയിലേക്ക് വളരെ അധികം സ്നേഹവും സഹിഷ്ണുതയും ദയയും ഒക്കെ മറ്റുള്ളവരോട് പരിഗണന കാണിക്കുന്ന രീതിയിലേക്കൊക്കെ ഞാൻ വളർന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയധികം കുറ്റപ്പെടുത്തലുകളും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയുള്ള ദേഷ്യപ്പെടലും ഒക്കെ എൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത്. അവിടെ നിന്നൊക്കെയുള്ള മാറ്റം, ആ മാറ്റം കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് എൻ്റെ കുടുംബത്തിലെ സന്തോഷം, ഇന്ന് അവരനുഭവിക്കുന്ന സന്തോഷം, എൻ്റെ ചുറ്റിലുമുള്ളവർ അനുഭവിക്കുന്ന സന്തോഷം എൻ്റെ സുബോധാവസ്ഥയെ സുദൃഢമാക്കാൻ എന്നെ സഹായിക്കുന്നു. ചെറിയൊരു തീപ്പൊരി വീണാൽ പോലും എന്റെ സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന ഒരവസ്ഥ അധികാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത്രയധികം കോപവും ദേഷ്യവും നിഷേധവും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഞാനെന്ന വ്യക്തി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് ചില കാര്യങ്ങളിലൊക്കെ അവര് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മോശപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ സുബോധാവസ്ഥ നിലനിർത്താൻ എന്റെ ആ, അതിന് സുബോധാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഞാൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എന്റെ കുടുംബത്തിലെ പല കാര്യങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ കാപട്യങ്ങളൊന്നും കാണിക്കാതെ യാന്ത്രികതയൊന്നും കാണിക്കാതെ ആ സ്നേഹവും സഹിഷ്ണുതയും ദയയും ഒക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കാരണം അവരൊക്കെ അമിതമായിട്ടുള്ള പ്രതീക്ഷകളോടുകൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. അവർ പ്രതീക്ഷിച്ചതിലധികം അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും എന്നുള്ള ധാരണ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഒരുപക്ഷെ ഞാൻ ഏത് രീതിയിലായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുൻപുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയായിട്ട് നല്ല മനുഷ്യനായിട്ട് അവർ എന്നെ പെട്ടെന്ന് കാണാൻ ആഗ്രഹിച്ചേക്കാം. പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ സമയം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പൊ അതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്റെ സുബോധാവസ്ഥ നിലനിർത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ എന്റെ സുബോധാവസ്ഥയെ കൊണ്ടു നടക്കാൻ ഞാൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള മാറ്റങ്ങൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ ഒരുപക്ഷെ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്ന ജീവിതത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നു. നല്ലൊരു ക്രമപ്പെടുത്തലിലേക്ക് ജീവിതം മാറിയിരിക്കുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. ഇവിടെയൊക്കെ എന്റെ തെറ്റുകളെ അഭിമുഖീകരിക്കാനും തിരുത്തുവാനും ഒക്കെ നേട്ടങ്ങളാക്കി മാറ്റാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അപ്പൊ എന്റെ തെറ്റുകളെ ഞാൻ അഭിമുഖീകരിക്കും, അതിനെ മാറ്റാനും ഒക്കെ ശ്രമിക്കുമ്പോൾ, തിരുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതെന്റെ നേട്ടങ്ങളായിട്ട് മാറും. തീർച്ചയായിട്ടും അത് എന്റെ കുടുംബത്തിന്റെ തന്നെ നല്ല നേട്ടമായിട്ട് മാറും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പിന്നീടുള്ള കുടുംബം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് കൊണ്ടു നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില ധാരണകളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. കാരണം ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയിൽ ചില മുൻധാരണകളൊക്കെ ഞാനും കൊണ്ടുവന്നിരിക്കാറുണ്ട്. അപ്പൊ മുൻധാരണകളൊക്കെ ചില സമയത്തൊക്കെ തെറ്റിപ്പോകുമ്പോൾ അത് പല വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധാവസ്ഥയിലേക്കൊക്കെ എന്നെയും കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പം അവിടെയൊക്കെ വീണ്ടും വീണ്ടും തിരുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കേണ്ട ഒരു സഹിഷ്ണുതയും സ്നേഹവും ആത്മീയമായിട്ടുള്ള ഒരു ധാരണ, ആത്മീയ ധാരണ എന്നുള്ളൊരു വാക്ക് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ധാരണയെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഠികൾ എന്നെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ വന്നുപെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കുറ്റപ്പെടുത്തൽ. ആ കുറ്റപ്പെടുത്തൽ പലപ്പോഴും പല രീതിയിലും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ, പരസ്പര ധാരണയിൽ സംസാരിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുടുംബത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാറുണ്ട്. ചില ആ, പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകൾ വരാൻ സാധ്യതയുള്ളപ്പോൾ അതിനെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നു. ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാൻ, പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വരുമ്പോഴാണ് പിന്നീട് അത് ശത്രുതയിലേക്കും വിരസത്തിലേക്കും ഒക്കെ പോകാറുള്ളത്. ഇവിടെ എന്റെ സുബോധത്തിന് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറ്റപ്പെടുന്നു. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ സഭ പിരിച്ചുവിടുന്നതിന്റെ രീതിയിലേക്കൊക്കെ ഞാൻ ചില സമയങ്ങളിലൊക്കെ എന്റെ ധാർമ്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നോട്ട് വലിയാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചില കൃത്യമായിട്ടുള്ള നിലപാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ള ഫലം ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിതത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നത് പോലെ പുതിയ ജീവിതത്തിൽ ഫലപ്രദമായിട്ടുള്ള ഒരു പങ്ക് കുടുംബം വഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങിങ്ങ് ചില കാര്യങ്ങളിൽ ഓരോരുത്തരും കീഴ്വഴങ്ങി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ചില വിട്ടുകൊടുക്കലും ഈ വിട്ടുകൊടുക്കലിലൂടെയൊക്കെ ലഭിക്കുന്ന ചില മനസമാധാനം എന്നുള്ള ഒരു രീതിയുണ്ട്. ആ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടും. ഈ വിട്ടുകൊടുക്കലിന്റെ പ്രാധാന്യം ഒന്നുകൂടി കുടുംബത്തിനകത്ത് പ്രയോഗിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും ഉള്ള ഒരു കുടുംബജീവിതം നയിക്കാനുള്ള അഭ്യാസത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇവിടെ ആഹ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മീയമായിട്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള രീതികളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആൽക്കഹോളിക്സ് പ്രോഗ്രാമിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ആത്മീയ തലത്തിലുള്ള ചില പുരോഗതികൾ, അപ്പോൾ ഇതൊക്കെ ആഹ്, എൻ്റെ കുടുംബജീവിതത്തിലും വേണമെന്ന് ഞാൻ വാശി പിടിക്കാറുണ്ട്. അത് എൻ്റെ സുബോധാവസ്ഥയെ സദൃഢമാക്കാൻ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനനുസരിച്ച് ഞാൻ ഇന്ന് ജീവിത രീതി പരിശീലിക്കുന്ന രീതിയിൽ ഞാൻ അവരെ അതിലേക്ക് അടിച്ചമർത്താൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി പരിശീലിപ്പിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ ഒന്ന് വേണമെന്ന് നിർബന്ധം പിടിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും പ്രായോഗികമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയോടുണ്ട്. പക്ഷെ ഞാനൊരു ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാണ് എന്നുള്ള രീതിയിൽ അതിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ സംസാര രീതി പോലും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു പക്ഷെ അത് വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ വളരെ സംയമനത്തോടുകൂടി കുടുംബത്തെ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ സുബോധം സദൃഢമാക്കൽ എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമുള്ള ഒരു അസുഖമാണ്. അപ്പൊ ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമുള്ള ഒരു അസുഖമുള്ള ഒരാൾ കൃത്യമായിട്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരം തേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഹൃത്തിന്റെ സദൃഢമാക്കൽ പ്രക്രിയയിലെ ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് വായന എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വീകാര്യമായതും ഞാൻ അവലംബിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യങ്ങൾ അത്രയധികം സ്വാധീനം ചെലുത്തുന്ന, ജീവിതത്തിൽ അത്യധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ വായന എന്നുള്ളത്. അപ്പം എനിക്ക് അപ്പുറത്തുള്ള ജീവിതാനുഭവങ്ങളെ കുറിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ, സാഹിത്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഒരു അനന്തമായിട്ടുള്ള ഒരു വിസ്തൃതിയിലേക്ക് കടന്നു നിൽക്കാനും ആഹ് രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ, കാരണം ഞാൻ കണ്ടത്, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുൻപ് കണ്ട ജീവിതവും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം കാണുന്ന ജീവിതവും ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള മനസ്സിലാക്കാനും രണ്ടാമത്തേതിൽ എനിക്ക് എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് അച്ചടിക്കപ്പെട്ട ഒരു പുസ്തകം എന്നതിലുപരി ഏഹ്, ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പറയുന്നത് പോലെ
കൂട്ടായ്മയിലെ ബിഗ് ബുക്ക് എന്നുള്ള നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തിലെ വായിക്കുമ്പോൾ ഓരോ ദിവസവും കഴിയുന്തോറും വാക്കുകളിൽ അർത്ഥം മാറി മാറി വായിക്കപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരേ സമയം നമുക്ക് കിട്ടുന്ന ഒരു ആത്മബോധവും ഒരു ചരിത്രാവബോധവും ഒക്കെ ഉണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിലെ അനുഭവങ്ങളുടെ ചരിത്രം തന്നെയാണ്. അവിടെയൊക്കെ വായനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനുഭവങ്ങൾ വായിച്ചെടുക്കുന്നു. അത് എഴുതി വയ്ക്കപ്പെട്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന രീതി വാക്കിന്റെ അനുഭവങ്ങളുടെ ഒരു സൂക്ഷ്മതയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. അപ്പൊ വായന കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എന്റെ സുബോധത്തിന്റെ സദൃഢമാക്കൽ വായന ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടായ്മയിൽ ഏത് രീതിയിൽ സഞ്ചരിക്കണം എന്നതിലുപരി എന്തൊക്കെ സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കണം എന്നതിനെ ആശ്രയിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ സുബോധാവസ്ഥയുടെ സദൃഢമാക്കൽ പ്രക്രിയ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഓരോരുത്തരും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ സംസാരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മൂല്യം കാണിക്കുന്നത് അല്ലെങ്കിൽ മൂല്യം തന്നെയാണ് നമ്മളോട് മുൻഗണനാ ക്രമത്തിൽ നമ്മളോട് പറഞ്ഞത്. അപ്പം അവരെ വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മുടെ സ്വബോധത്തെ ഏത് രീതിയിൽ സദൃഢമാക്കാൻ സഹായിക്കും എന്നൊക്കെ മനസ്സിലാക്കാനും അതിനെ സ്വീകരിക്കാനും ശ്രമിക്കും. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിലെ എന്റെ സുബോധത്തിൽ സദൃഢമാക്കാൻ ഏറെ സഹായകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നീങ്ങി സഞ്ചരിക്കാൻ ആ ഒരു സ്ഥായിയായ കരുത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് ഇതൊരു വലിയൊരു തിരിച്ചറിവാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന പല കാര്യങ്ങളും സ്വീകാര്യത ഇല്ലാത്ത ആളുകളുണ്ട്. കാരണം കൂട്ടായ്മയിലെ ചില വാക്കുകളെ കുറിച്ചൊക്കെ നിഷേധ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകളെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളിലും നല്ലതിനെ കാണാൻ ശ്രമിക്കുകയും മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് നല്ലതിനെ സ്വീകരിക്കുകയും നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ നല്ല നിലപാടുകൾ ഉറച്ചു നിൽക്കാനും നന്ദിയുള്ള ഒരു മനോഭാവം രൂപീകരിക്കാനൊക്കെ ശ്രമിക്കുന്നു. നല്ല മാറ്റങ്ങൾ, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ വാക്കുകളൊക്കെ നമ്മൾ സ്ഥിരപരിചിതമാണ്. അപ്പം അങ്ങനെയുള്ള നന്ദിയുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറ്റപ്പെടാനും ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കേണ്ടതാണെങ്കിൽ കേൾക്കാതിരിക്കാനും പറയാതിരിക്കേണ്ടതാണെങ്കിൽ പറയാതിരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും സുബോധത്തെ സദൃഢമാക്കാൻ ഇതൊക്കെ വളരെ നല്ല സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളായിട്ടൊക്കെ മാറാറുണ്ട്. ഈ ചില നുണകൾ കേൾക്കാതിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. നുണകൾ കേൾക്കാതിരിക്കാനും നുണകൾ പറയാതിരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ശാന്തത നിലനിർത്താൻ അത് ഏറെ സഹായിക്കുന്നു. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു ജീവിതം ഡിസൈൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പൊ അവിടെ എന്റെ നല്ലൊരു പതിപ്പായിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്റെ ചിരി മറ്റൊരാളിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു, എനിക്ക് നന്നായി ചിരിക്കാൻ കഴിയും. അപ്പോൾ നല്ല ജീവിതത്തിനിടയിൽ ചില മോശം ദിവസങ്ങളൊക്കെ കടന്നു വന്നേക്കാം. അതൊന്നും എൻ്റെ സുബോധാവസ്ഥയെ ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സദൃഢമാക്കൽ പ്രക്രിയ സാധ്യമാകുമെന്നുള്ള സംശയമില്ല. അപ്പം മറ്റൊരാളുടെ അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളുടെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് പ്രണയം എന്ന് നമ്മുടെ PMA ഗഫൂർ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടെയുള്ള ഒരാളിന്റെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കുന്നത് ആണ് പ്രണയമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ എന്റെ ഭാര്യയുടെ എന്ന് തന്നെ വേണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രണയം സംഭവിക്കും. ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് വെറുക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയെന്ന് ഞാൻ എന്ന വ്യക്തി ഇന്ന് സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആഹ് നമ്മുടെ എന്റെ കുടുംബജീവിതത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഇതൊക്കെ എന്റെ സുബോധത്തിനെ സദൃഢമാക്കാനേറെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അധികാരം എന്ന അധികാരമല്ല കരുതലാണ് ഭർത്താവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഭാര്യ എന്നുള്ളത് വിധേയത്വമല്ല, വിശ്വാസമാണ്.
ആശ്രയിക്കാം എന്ന് ഉറപ്പുള്ള വിശ്വാസമാണ് ചില ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് ആവശ്യമുള്ളത് ഒരു ഹീറോയോ ഒരു നായകനോ അല്ല. ആവശ്യമുള്ളത് ഒരു കരുതലാണ് എന്ന രീതിയിൽ അവരോട് പെരുമാറാനും അതുപോലെ തന്നെ മകളോടും ആ രീതിയിലൊക്കെ ഒരു കരുതലോടെ സംസാരിക്കാനും സ്നേഹത്തോടു കൂടി പെരുമാറാനും ഒക്കെ ഇന്ന് സാധിക്കുമ്പോൾ ഇന്ന് വെറുപ്പിന്റെ നാളുകളില്ല, സ്നേഹത്തിന്റെ നാളുകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും മുന്നേറ്റാൻ എനിക്ക് ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യമാണ്. അപ്പൊ ഇന്നെനിക്കറിയാം നമ്മുടെ വ്യക്തിഗതകളില് ആ, മോചനത്തിലേക്ക് എന്നുള്ള ഒരു വ്യക്തിഗതകളില് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ കടമെടുക്കുന്നതുകൊണ്ട് ആ, ഒരു 2 മിനിറ്റ് കൂടി സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നെനിക്കറിയാം ഞാനൊരു ഭ്രാന്തനോ മാനസിക രോഗിയോ അല്ല. ധാർമ്മികമായി അധപ്പതിച്ച ശാപഗ്രസ്തനായ ഒരു മനുഷ്യനുമല്ല. മദ്യാസക്തി എന്ന രോഗം ബാധിച്ച എയുടെ പരിപാടികളിൽ കൂടി മദ്യാസക്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് ഞാൻ. അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആൽക്കഹോളിക്സ് അനോണിമസിൽ. അതുപോലെ തന്നെ എനിക്ക് വേണ്ട തത്വങ്ങൾ ഞാൻ ആദ്യമായിട്ട് കേട്ടത് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അവശേഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിവോടെ സ്വീകരിക്കാനും ഉണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ കഴിവുകളെ ഉപയോഗപ്പെടുത്താനും ചില നല്ല സ്വപ്നങ്ങളെ താലോലിക്കാനും അർഹതപ്പെട്ടതിനെ പ്രതീക്ഷിക്കാനും ഇനിയുള്ള നാളുകളിലേക്ക് സ്ഥായിയായ കരുത്തിലേക്ക് നടന്നു കയറാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്ക് നിഷേധിക്കപ്പെട്ട എനിക്ക് അവകാശപ്പെട്ട ഒരുപാട് സ്നേഹവും സാഹോദര്യവും ബന്ധങ്ങളും അങ്ങനെ പലതും സ്വയം നിഷേധിയായ ഞാനെന്ന അഭ്യാസത്തെ നഷ്ടപ്പെടുത്തിയതാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. തിരികെ പിടിക്കുക എന്നതിലുപരി പലതും ഇക്കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് എന്റെ സുബോധത്തെ സദൃഢമാക്കാൻ ഏറെ സഹായിക്കുന്നു. എല്ലാവർക്കും സുബോധത്തിന്റെ നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നടക്കുന്നു. നന്ദി. താങ്ക് യു. ഹലോ. ഹലോ. കേൾക്കാം എബി, കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. മോഡറേറ്റേഴ്സ് ഒന്നും ഇല്ലേ? എവിടെ പോയി മോഡറേറ്റേഴ്സ്? താങ്ക് യു ബിൻ, താങ്ക് യു.